പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നിപ്പോൾ ഞങ്ങളായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മഹേന്ദ്രപുരം ഇടവകയിലാണ്. ഏകദേശം 33 കുടുംബങ്ങളുള്ള ഒരു ചെറിയ പള്ളിയാണ് മഹേന്ദ്രപുരം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിയുടെ മുന്നിൽ എൻ്റെ സുഹൃത്തുക്കൾ ആൻ്റണിയോടൊപ്പവും ജിൻസനോടൊപ്പവും ഞാൻ ആയിരിക്കുമ്പോഴും ഏകദേശം ഒരു 24ഓളം വർഷങ്ങൾ പുറകോട്ട് ഞാൻ ചിന്തിക്കുകയാണ്. ബഹുമാനപ്പെട്ട SD സിസ്റ്റേഴ്സിൻ്റെ ആത്മീയ നേതൃത്വത്തിൽ 24 വർഷങ്ങൾക്ക് മുന്നേ ഈ ശുശ്രൂഷ പാലാ രൂപതയിലെ പാലക്കാട്ട് മലയിൽ തുടങ്ങുമ്പോൾ അന്ന് തുടങ്ങി ഏകദേശം 24 വർഷമായിട്ട് ഈ ശുശ്രൂഷ കർത്താവിൻ്റെ കരുണയാൽ ഞങ്ങൾ തുടർന്നുകൊണ്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് വയലുങ്കൽ അച്ഛനാണ് ഞങ്ങളുടെ ഈ ശുശ്രൂഷകൾക്ക് ആത്മീയ നേതൃത്വം നൽകുന്നത്. അച്ഛൻ ഏകദേശം ജീസസ് യൂത്ത് നവീകരണ മുന്നേറ്റത്തിലൂടെ ഞങ്ങൾ ഒന്നിച്ച് കടന്നു വരികയും ജീസസ് യൂത്തിൻ്റെ പാരിഷ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിൽ ഞങ്ങൾ സജീവമായിട്ട് 3 വർഷത്തോളം പ്രവർത്തിക്കുകയും അതിനുശേഷമാണ് സിസ്റ്റേഴ്സിൻ്റെ ആത്മീയ നേതൃത്വത്തിലുള്ള ഈ ശുശ്രൂഷയിൽ ഞങ്ങൾ പങ്കാളികളാകുന്നത്. ഇന്ന് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷവും സമാധാനവും അതുപോലെ തന്നെ ഏറെ നന്ദിയുമുള്ള ഒരു ശുശ്രൂഷയാണിത്. പ്രത്യേകിച്ച് ഭവനങ്ങളിൽ കടന്നു ചെല്ലുകയും മനുഷ്യരുടെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലാക്കി അവരോടൊപ്പം ആയിരിക്കുകയും അവരോടൊപ്പം ആയിരുന്നു കൊണ്ട് അവരെ കേൾക്കുകയും മനസ്സിലാക്കുകയും സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ സുവിശേഷത്തിൻ്റെ സമാധാനവും സദ്വാർത്തയും അവരെ അറിയിക്കുവാൻ പറ്റുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ശുശ്രൂഷയാണ്. ഈ ഹോമിഷൻ പാലക്കാട്ട് മലയിൽ തുടങ്ങിയ കാലഘട്ടം മുതൽ ഞങ്ങൾ ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാനും അതുപോലെ തന്നെ മുൻപോട്ട് പോകാനൊക്കെ കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഒരു 25 വർഷം ഞങ്ങൾ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ കർത്താവ് ഞങ്ങളിലൂടെ ചെയ്ത വലിയ കാര്യങ്ങളെ ഓർത്ത് ഞങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുന്നു. ആമേൻ. കൂടുതൽ കൃപയിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ സിസ്റ്റേഴ്സുമായിട്ടുള്ള കൂട്ടായ്മയിലൂടെ ഒരുപാട് കുടുംബങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നത് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾ കാണാനായിട്ടും അനുഭവിക്കുവാനുമായിട്ടും ഇടയായിട്ടുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. 25 വർഷങ്ങൾക്ക് മുമ്പ് ജീസസ് യൂത്തിലൂടെ ബൗച്ചാൻ്റെ നേതൃത്വത്തിൽ മിഷൻ ഔട്ട്റീച്ചിലൂടെ കടന്നു വന്നതാണ് ഞാൻ. ഇപ്പോൾ ഓർക്കുമ്പോൾ പഴയ സുഹൃത്തുക്കളെ ഓർക്കുവാനായിട്ട് സാധിക്കുന്നു. അത് കഴിഞ്ഞ് SD സിസ്റ്റേഴ്സിലൂടെ മിഷൻ എന്നുള്ള രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവ് ഒരുക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ 12 ശിഷ്യന്മാരെ വിളിച്ച് അവർക്ക് ചില ട്രെയിനിങ്ങുകൾ കൊടുത്ത് പഠിപ്പിച്ചതുപോലെയാണ് ഞങ്ങൾക്ക് ഈ കോമിഷൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞങ്ങളോടൊപ്പം 15ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്. അവരെയും നിങ്ങൾ ഓർക്കുക. ഈ ഇടവകയിലെ അച്ഛനെയും ബഹുമാനപ്പെട്ട വൈദികനെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടെ 2 സഹോദരങ്ങളൂടെയുണ്ട്. റിച്ചാർഡും ജോമോനും ഉണ്ട്. അവരും വളരെ വർഷങ്ങളായിട്ട് ശുശ്രൂഷ രംഗത്ത് ഉള്ളവരാണ്. ജീസസ് യൂത്ത് മിനിസ്ട്രിയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് റിച്ചാർഡിൻ്റെ ഭാര്യ സിമി. അതോടൊപ്പം തന്നെ ജോമോൻ ബ്രദർ വർഷങ്ങളായിട്ട് വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് പോയി സുവിശേഷം പറഞ്ഞ വ്യക്തിയാണ്. അപ്പം ജോമോനെയും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജീസസ് യൂത്ത് നവീകരണ മുന്നേറ്റത്തിലൂടെയാണ് കൂടുതലായിട്ട് ഈശോയെ അറിഞ്ഞത്. ഈശോയെ മഹത്വപ്പെടുത്തണം, ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണമെന്നൊക്കെ ഞാൻ ഈ മിനിസ്ട്രിയിലൂടെ ജീസസ് യൂത്ത് നവീകരണ മുന്നേറ്റത്തിലൂടെ കടന്നു വരികയും ജീസസ് യൂത്തിലെ പാരിഷ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിലാണ് ഞാൻ 3 വർഷത്തോളം പ്രവർത്തിച്ചത്. ഞാൻ ഓർക്കുകയാണ് 99, 2000 കാലഘട്ടങ്ങളിലാണ് ഞാൻ ഈ മിനിസ്ട്രിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. പാലാ രൂപതയിൽ തന്നെയുള്ള മൂന്നിലവ് പള്ളിയിലാണ് ഞാൻ ആദ്യമായിട്ട്
പാരിഷ് ഔട്ട്റീച്ച് മിനിസ്ട്രിയിലേക്ക് കടന്നു വന്നത്. 26ഓളം ചെറുപ്പക്കാർ അന്ന് ആ മിനിസ്ട്രിയിൽ സജീവമായിട്ട് പങ്കുകൊള്ളുകയും അന്ന് 3 ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ആ ട്രെയിനിങ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ആ 3 ദിവസം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നെ മൊത്തത്തിൽ ഉരുക്കി വാർക്കുകയാണ് ആ മിനിസ്ട്രി ചെയ്തത്. തുടർന്ന് അന്ന് മുതൽ ഇന്ന് വരെയും ഈശോയോടൊപ്പം നിൽക്കുവാനായിട്ട് ഈശോയുടെ കൃപ എന്നെ സഹായിച്ചു, ഈശോയുടെ കൃപ എന്നിൽ അധ്വാനിച്ചു എന്നുള്ളത് ആണ് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ഞാനിപ്പോൾ വിവാഹിതനാണ്, 2 മക്കളുടെ അപ്പനാണ്. 2015 മുതൽ ഞാൻ ഏകദേശം ജോലിയൊക്കെ പരിപൂർണമായിട്ട് വിട്ട് ഒരു പൂർണ്ണസമയ സുവിശേഷകനായിട്ട് കർത്താവിന് വേണ്ടിയിട്ട് എന്നെ തന്നെ മാറ്റിവെച്ചു. അതിന് എൻ്റെ ഭവനത്തിൽ പ്രത്യേകിച്ച് ഭാര്യ തരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. കൂടുതലായിട്ട് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കേരളം വിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലാണ്. ഈ കഴിഞ്ഞ മാസവും 1 മാസത്തോളം അരുണാചൽ പ്രദേശിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ആത്മാവ് എന്നെ സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരുപാട് സ്വപ്നങ്ങളും പ്രാർത്ഥനയും ദൈവിക പദ്ധതികളുമൊക്കെ മനസ്സിലുണ്ട്. 2026 കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആൻ്റണി കുട്ടിക്കാനം. 97 കാലഘട്ടങ്ങളിലാണ് ജീസസ് യൂത്ത് മിഷൻ ഔട്ട്റീച്ചിലൂടെ അയർക്കുന്നത്ത് മണ്ണൂർ പള്ളിയിലാണ് എന്നെ ഈ സുവിശേഷം വേലയ്ക്ക് കൊണ്ടുവന്നത്. അന്ന് 120ഓളം യുവജനങ്ങളുണ്ടായിരുന്നു, യുവാക്കളുണ്ടായിരുന്നു. ബാവുച്ചായൻ്റെ നേതൃത്വത്തിലായിരുന്നു. അന്നവിടെ എന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് എന്നെ കൊണ്ടുവന്നത്. വീടുകളിൽ പോയ അനുഭവങ്ങളിലാണ് എന്നെ ഇന്ന് 97 മുതൽ ഇന്ന് 2025 വരെ എന്നെ എത്തിച്ചത്. ലിജു ബ്രദർ പറഞ്ഞു പരിശുദ്ധാത്മാവിനെ വിട്ട് വിളിക്കാൻ പറയും. അങ്ങനെ പരിശുദ്ധാത്മാവിനെ വിട്ട് വിളിക്കുന്നത് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിനെ ഓർത്തു. അന്നേരം തന്നെ സാൽബിൻ എന്നോടൊന്ന് ചോദിക്കണം, ആന്റണി ചേട്ടൻ എന്നെ വിളിച്ചോ എന്ന്. അതെനിക്കൊരു അത്ഭുതമായിപ്പോയി. അടുത്ത വീട്ടിലേക്ക് ചെന്നപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ, പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന സംഭവം ഉണ്ടോ എന്ന് ഓർത്ത് വീണ്ടും ഞാൻ അങ്ങനെ ഓർത്തു. സാൽബിനെ പരിശുദ്ധാത്മാവിനോട്ട് വിളിച്ചപ്പോൾ അതുപോലെ സാൽബി വരികയും ചെയ്തു. അന്നേരം ലിജു ബ്രദർ പറയുമായിരുന്നു, ഇപ്പോൾ ആന്റണി ചേട്ടൻ അങ്ങനെ പരിശുദ്ധാത്മാവിനെ അയച്ച് വിളിച്ചാൽ പറയാതെ അങ്ങനെ പരിശുദ്ധാത്മാവിനെ പരീക്ഷിക്കരുതെന്ന്. എനിക്ക് അത്ഭുതമായിരിക്കുന്നു എന്ന്. അതാണ് എന്നെ ഇത്രത്തോളം ഇന്ന് വരെ എത്തിച്ചിരിക്കുന്നു. ഇതിലൂടെ ഇന്ന് ഞാൻ വിവാഹിതനാണ്, 4 കുഞ്ഞുങ്ങളുണ്ട്. 3 ഇന്നുണ്ടാകുന്ന അനുഭവം അപ്പൻ സുവിശേഷകനാണെന്ന് അറിഞ്ഞുകൊണ്ട് മക്കൾക്ക് ദൈവവിളിയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. അവർ ദൈവവിളിയിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കും, ഞാൻ കൃഷിക്കാരനാണ്. ഇന്ന് അനേക പേർക്ക് കർത്താവ് ഒരു സമാധാനത്തിൻ്റെ ഒരു ദൂതനായി എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്ക് നിങ്ങളും അനേക യുവതി യുവാക്കൾ ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവത്തിന് സാക്ഷ്യം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് ജിൻസൺ. ഞാൻ കുട്ടിക്കാനത്താണ് താമസിക്കുന്നത്. ഞാൻ ഈ ST സിസ്റ്റേഴ്സിൻ്റെ ഹോം മിഷനിലേക്ക് കടന്നു വരാനായിട്ടുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഈ ജീസസ് യൂത്തിൻ്റെ ഒരു ധ്യാനം, വസന്തകാലം എന്ന് പറയുന്ന ഒരു ധ്യാനം കുട്ടിക്കാനത്ത് മരിയൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ ജീസസ് അംഗങ്ങൾ ലോക്കലിൽ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി സംഘടിപ്പിച്ചു. ആ ധ്യാനത്തിൽ പങ്കെടുത്തു. ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയ സമയത്താണ് ഈ ധ്യാനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇടയായത്. ആ വചന വേദിയിൽ ഒരു വചനം എൻ്റെ ഹൃദയത്തെ ഒത്തിരി ടച്ച് ചെയ്തു. കർത്താവിൻ്റെ ആ വചനം എന്നെ സ്പർശിച്ചു. അത് സങ്കീർത്തനം 4:7 ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ ലഭിക്കാത്ത ആനന്ദം കർത്താവ് അവരുടെ ഹൃദയങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവാണ് ആനന്ദമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കർത്താവിനെ കണ്ടുമുട്ടാനും കർത്താവിന് സാക്ഷിയാകുവാനായിട്ടൊക്കെ
സാധിച്ചു. ST സിസ്റ്റേഴ്സുമായിട്ട് ഹോം മിഷനിൽ വരാനായിട്ട് പാലക്കാട്ട് മടയിൽ ദൈവം അനുഗ്രഹിച്ചു. അതിലൂടെ ഒരുപാട് ശുശ്രൂഷാ മേഖലകളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ചു. പല ഇടവുകളിലും വൺ ഡേ ധ്യാനങ്ങളും ഹോം മിഷനും അതുപോലെയുള്ള ശുശ്രൂഷകളിലും വചന അഭിഷേക ധ്യാനവും ACC ധ്യാന കേന്ദ്രങ്ങളിലും പല ശുശ്രൂഷകളിലൂടെ കർത്താവ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഇടവകയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കാരുണ്യത്തിന്, കർത്താവിൻ്റെ സ്നേഹത്തിന് പ്രത്യേകമായി നന്ദി പറയുന്നു. നമ്മൾ കർത്താവിന് വേണ്ടി നിന്നാൽ കർത്താവ് നമ്മളെ അത്ഭുതകരമായിട്ട് നയിക്കും. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ഞാൻ 2000-ൽ ജീസസ് യൂത്തിൻ്റെ ഒരു പ്രവർത്തകയായിരുന്നു. അതിൽ ഔട്ട്റീച്ച് മിനിസ്ട്രിയിലായിരുന്നു. എനിക്ക് തെരുവിൽ കിടക്കുന്ന മക്കളെയൊക്കെ ശുശ്രൂഷിക്കണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു ഉള്ളിൽ. അപ്പോഴാണ് ഈ സിസ്റ്റേഴ്സ് ഓഫ് ദ ഡെസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു കോൺഗ്രിഗേഷൻ്റെ ഒരു പേര്, ഡെസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ആ ഒരു വാക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചു. അപ്പോൾ ഈശോയെ അഗതികളിൽ കണ്ട് ശുശ്രൂഷിക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം ആ കോൺഗ്രിഗേഷൻ ചെയ്യുന്നത് മനസ്സിലാക്കി. അതുപോലെ ജീസസ് യൂത്ത് പ്രവർത്തകരുമായുള്ള കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഹോം മിഷൻ പ്രോഗ്രാം, അതിലൂടെ അവരുടെ ത്യാഗപൂർണമായ ആ ഒരു പ്രാർത്ഥന, ഈശോ ഏക രക്ഷകനും നാഥനും കർത്താവുമായിട്ട് ഓരോ ഹൃദയങ്ങളിലേക്കും പകർന്നു കൊടുക്കുവാൻ അവരുടെ ത്യാഗപൂർണമായ പ്രാർത്ഥന എനിക്ക് ഒരുപാട് പ്രചോദനമായിരുന്നു. ഞാൻ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയെ കൊടുക്കുക എന്നുള്ളത് എൻ്റെ അദമ്യമായ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ധ്യാന കേന്ദ്രത്തിൽ 7 വർഷത്തോളം ശുശ്രൂഷ ചെയ്യുവാൻ ഈശോ എനിക്കൊരു കൃപ നൽകി. ഈശോ എന്നോട് കരുണ കാണിച്ചു. ഞാൻ രാത്രിയാമങ്ങളിൽ ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഈശോയുടെ വചനം കൊടുക്കുക, അങ്ങനെ ഒരു പ്രസംഗ രൂപേണയൊക്കെ കൊടുക്കുക. ഇനി ആ ഒരു പ്രാസംഗികയൊന്നും അല്ലായിരുന്നു. ഒരു ദിവസം നൈറ്റ് വിജിലിന് ഞാൻ 2 AM തൊട്ട് 4 AM വരെ രാവിലെയൊക്കെ മോർണിംഗിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ആ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈശോയാണ് ഏകരക്ഷകൻ എന്ന് ലോകത്തോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഈശോയുടെ ദിവികാരുണ്യ സക്രാരി ഈശോയുടെ അടുത്ത് നിന്നിട്ട് ഞാൻ ഈശോയാണ് ഏകരക്ഷകനെന്ന് ഞാൻ അവിടെ ഈശോയ്ക്ക് ഞാൻ ക്ലാസ് എടുത്തു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ഒരുപാട് സിസ്റ്റേഴ്സിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈശോയാണ് ഏകരക്ഷകനെന്ന് അവൻ്റെ ഹൃദയത്തെ വിശ്വസിച്ചുകൊണ്ട് അധരം കൊണ്ട് എൻ്റെ കർത്താവിനെ ഏറ്റുപറയുക. ഇന്ന് അനേകം മക്കളെ കൗൺസിലിങ്ങിലൂടെയും ശുശ്രൂഷയിലൂടെ അനേകം മക്കൾക്ക് വിടുതൽ കൊടുക്കുവാൻ, ഈശോയ്ക്ക് സാക്ഷിയാകുവാൻ. ഇന്നിപ്പോൾ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ഈശോയെയാണ് ഞാൻ ശുശ്രൂഷിക്കുന്നത്. ഈശോയെ ആശ്വസിപ്പിക്കണം, ഈശോയെ സ്നേഹിക്കണം, ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. കാരണം ദിവ്യസക്രാരിയിൽ നിന്ന് എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തെ വലിച്ചുകൊണ്ട് പോകുന്ന ഒരു കാന്തം എങ്ങനെ ഒരു വസ്തുവിനെ ആകർഷിക്കുന്നു, അതുപോലെ എൻ്റെ ഹൃദയം വലിച്ചുകൊണ്ട് പോകുന്ന ഒരു എക്സ്പീരിയൻസ്, ഗോഡ് എക്സ്പീരിയൻസ് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ എൻ്റെ ഈശോ ഇന്ന് ജീവിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ ആരൊക്കെ പറയുക ഈശോ സക്രാരിയിൽ ഗോതമ്പത്തിൽ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ പറയും ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്. ഈശോ ഇന്നലെയും ഇന്നും എന്നുമായവൻ. എൻ്റെ എല്ലാ മുറിവുകളെ ഉണക്കി എൻ്റെ കർത്താവിൻ്റെ വലിയ സ്നേഹം അനുഭവിക്കുവാൻ എനിക്കിന്ന് കർത്താവ് വലിയൊരു അനുഗ്രഹം നൽകി. ആ ഈശോയെ എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും അറിയണം ദൈവം നല്ലവനാണ്. നല്ലതല്ലാത്ത ഒന്നും എൻ്റെയോ നിങ്ങളുടെയോ ആരുടെയും ജീവിതത്തെ കർത്താവ് തരികയില്ല. ആ നല്ലവനായ കർത്താവിൻ്റെ സ്നേഹം ഓരോ വിപരീത അനുഭവങ്ങളും അനുഭവിക്കുവാൻ എൻ്റെ ഈശോ എന്നെ പ്രാപ്തയാക്കുന്നു. ആ ഈശോയുടെ സ്നേഹത്തിലേക്ക് അനേകരെ ആകർഷിക്കണം. ഇനിയും ശുശ്രൂഷകളൊക്കെ ഈശോയുടെയാണ്. ഈശോ എന്നെ എങ്ങോട്ട് അയക്കുന്നു അവിടേക്ക് ഞാൻ പോകാൻ ഞാൻ തയ്യാറാണ്. ഒറീസായിലെ പാവപ്പെട്ട മക്കളെ ഒക്കെ കണ്ടപ്പോൾ എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിനെ കൊടുക്കുക. എനിക്ക് ലാംഗ്വേജ് ഇല്ലല്ലോ എന്നുള്ള ചിന്തകൾ ഉണ്ടായപ്പോഴും 8 ലാംഗ്വേജുകാരുടെ മുമ്പിൽ ഇരുന്ന് കൗൺസിലിംഗ് നടത്തുവാൻ കർത്താവ് എനിക്ക് ഇടവരുത്തി. ഓരോ കൗൺസിലിങ്ങിലും നമുക്ക് ട്രാൻസ്ലേറ്റർ ഒരാഴ്ചയൊക്കെ ഇടവകളിലൊക്കെ പോകുമ്പോൾ ഓരോ ട്രാൻസ്ലേറ്റർമാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പറയുന്നത് നാളെയും പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ കൂടെ നടക്കത്തില്ല. അപ്പം കർത്താവ് ഓരോ വ്യക്തികളെയും വ്യക്തിപരമായി കാണുന്ന ഈശോ എല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു എന്നുള്ള അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിയെ നയിക്കുവാൻ എൻ്റെ കർത്താവ് ഈ ജീസസ് യൂത്തിൻ്റെ ഈശോയുടെ ഒരു പടയാളിയായി പോരാളിയായി ജീവിക്കുവാൻ എൻ്റെ കർത്താവ് എന്നെ ഇന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും എൻ്റെ കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം. മരണം വരെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണെന്ന് എൻ്റെ കർത്താവിനെ ലോകത്തിന് മുമ്പേ പ്രഘോഷിക്കുവാൻ അതുമാത്രമാണ് എൻ്റെ ആഗ്രഹം. ഈശോയ്ക്ക് വേണ്ടി എന്നെ തന്നെ പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഹൃദയ വികാര വിചാര
മാറി